ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായില്ലേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ. തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയതും പോരാ, ഇപ്പം മുന്നണിക്കകത്ത് നിന്ന് തന്നെ പറയാണ് മുഖ്യമന്ത്രി കാരനാണ് കേരളത്തിലെ LDF തോറ്റതെന്ന്. CM പറഞ്ഞ 5 ഡയലോഗ് മുഴുവനും വേസ്റ്റ് ആയി പോയല്ലോ. നമ്മുടെ CM-നും CM സ്തുതിപാഠകർക്കും ഒരു ദുഃഖവാർത്ത ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവാൻ കാരണം മുഖ്യമന്ത്രിയാണെന്നാണ് CPI പറയണത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാണ്ട് ജയം എന്നുള്ള സാധനം നമ്മുടെ അടുത്തൂടെ വരില്ല. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവില് CPI അഭിപ്രായം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യാണ് തോൽവിക്ക് കാരണം എന്നാണ് പാർട്ടിക്കകത്തും പുറത്തുള്ളവരുടെ അഭിപ്രായം. പുറത്തെന്ത് പറഞ്ഞോട്ടെ, പിന്നെ നാട്ടുകാർ പറയണത് കേൾക്കലാണല്ലോ CM-ന്റെ പണി. എന്നാലും പാർട്ടിയുടെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെ വിമർശനം ഉന്നയിച്ചാൽ ഞങ്ങളുടെ CM അത് എങ്ങനെ സഹിക്കും? ആർക്കും വേണ്ടാത്തൊരു ഏകാഗിയായി പോയില്ലേ ഇപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം. അതുകൊണ്ട് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് CPI പറയണത്. പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയി ഇത്രയും ശല്യമില്ല. ധാർഷ്ട്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. സർക്കാരിനെയും മുഖ്യമന്ത്രിനെയും കുറിച്ച് കഴിഞ്ഞ ദിവസം ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വിമർശനം? ധാർഷ്ട്യവും ധൂർത്തും തുടർന്നിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരിയൊന്നും വരണം എന്നില്ലെന്ന്. എന്ത്? ധാർഷ്ട്യക്കാരനായ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദം ഉയർത്തുന്നോ? ശരിയാക്കി തരാട്ടാ. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വികരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. 8 നിലയിൽ പൊട്ടിട്ടും ധാർഷ്ട്യത്തിന് മാത്രം ഒരു കുറവില്ല. വിമർശനം ഉന്നയിക്കുന്ന ഒരു പുരോഹിതന്, അതും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളെ വിവരദോഷിന്ന് വിളിക്കാൻ കാണിച്ച നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസ്സ് അടിപൊളിയായിട്ടുണ്ട്. ഈ നിഷ്കളങ്കനായ മുഖ്യമന്ത്രിനെയാണോ നിങ്ങൾ ധാർഷ്ട്യക്കാരെന്ന് വിളിച്ച് അപമാനിച്ചത്? സ്വാഭാവികമായിട്ടും ഇരിക്കുന്ന ഭരണവുമായിട്ടുണ്ടാകുന്ന പല നയങ്ങളിലും പ്രവർത്തനങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കുറേയെല്ലാം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതെല്ലാം കൂടെ പിണറായിയുടെ തലയിൽ വെക്കുക എന്നുള്ളത് ശരിയല്ല. പിണറായിയുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ വാക്കുകളും പിണറായിയുടെ സ്റ്റൈലാണ്. ഇപ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പിണറായി സ്റ്റൈലാണ്. അത് ഓരോരുത്തരും പറയുന്ന ഒരു നയനാരൊരു ഭാഷയുണ്ട്. അങ്ങനെ പറയേ. കൂർലോസ് മെത്രാപ്പൊലീത്തനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോ അത് ധാർഷ്ട്യം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞത് കേട്ടില്ലേ? അതൊക്കെ പിണറായി വിജയന്റെ ഓരോ സ്റ്റൈലല്ലേ. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. MM മണിക്ക് അധിക്ഷേപത്തിന്റെ സ്റ്റൈല്, പിണറായി വിജയന് ധാർഷ്ട്യത്തിന്റെ സ്റ്റൈല്, അതൊക്കെ ആ ഒരു സ്റ്റൈലിഷ് വൈബിൽ അങ്ങ് എടുത്താൽ മതി. തകിയുടെ ഭാഷയിലോ മറ്റ് സാഹിത്യ ഭാഷയിലോ ഒന്നും പറയാൻ പിണറായിക്കറിയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ചെത്തുകാരൻ്റെ മകനായിട്ട് വളർന്ന് വന്ന് വലിയ രാഷ്ട്രീയ നേതാവ് ആയപ്പോൾ പോലും സാധാരണക്കാരൻ്റെ ഭാഷയും ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. തകഴിയുടെ ഭാഷയോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഭാഷയോ അച്ചടി ഭാഷയോ ഒന്നും പറയണ്ട. സാധാരണക്കാരൻ്റെ മാന്യായിട്ടുള്ള ഭാഷ പറയാലോ. അതെന്താ പറ്റാത്തത്? അല്ല, അതിൻ്റെ ഇടയിൽ പറഞ്ഞെന്തുട്ടാ ചെത്തുകാരൻ്റെ മകനായി വളർന്നാണെന്നു. അതിന് ചെത്തുകാരൻ്റെ മകനായാലും ഡ്രൈവറുടെ മകനായാലും ബിസിനസ്സുകാരൻ്റെ മകനായാലും മാന്യായിട്ടുള്ള ഭാഷ സംസാരിച്ചു വിടാനല്ലേ ഉണ്ണിയെ ചോദിച്ചേ? അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പാർട്ടിയെ വിമർശിക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ട് എടുക്കരുതെന്നും വിമർശനത്തെ വിമർശനായി തന്നെ കാണണമെന്നാണ് പല കോംറേഡ്സും ഒളിഞ്ഞും തെളിഞ്ഞും പറയണത്. എന്നാലും കൂർലോസ് പിതാവിനെ പോലെ ഒരാളെ വിവരദോഷി എന്ന് വിളിച്ചത് എന്തായാലും മോശമായി പോയില്ലേ? മാർ കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ, ആവശ്യമില്ലാതെ കാല് നിൽക്കാൻ പോയാലും ഇതൊക്കെ കേൾക്കും. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.
മോശം പരാമർശം നടത്തുന്ന കാര്യത്തിൽ അപ്പം എല്ലാവരും കണക്കന്നെ. എന്തായാലും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന കൂർലോസ് പിതാവ് വിമർശനം ഉന്നയിച്ചപ്പോൾ അതിന് ആ സെൻസിൽ എടുക്കാണ്ട് പൊതുമധ്യത്തിൽ വെച്ച് അധിക്ഷേപിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അതെന്താ ഇവരാരും തുറന്നു സമ്മതിക്കാത്തത്? അല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ സംഭവം, എന്താണ് അവിടെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. വിമർശനം ആരുന്നയിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല. അത് തന്നെ, ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നാണ് റിയാസേട്ടൻ പറയുന്നത്. പിന്നെ അല്ലാണ്ട് സാധാരണക്കാരെയും പുരോഹിതന്മാരെയും ഒക്കെ വേർതിരിവില്ലാണ്ട് ചീത്ത വിളിക്കാൻ നമ്മുടെ CM-ന് പ്രത്യേക കഴിവാണെന്ന് എല്ലാവർക്കും പണ്ടേ അറിയണതല്ലേ. പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDF-ന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. ഈ മുഖ്യമന്ത്രിക്ക് ഇത് എന്ത് പറ്റിയെന്നും അപ്പം ചോദിക്കാൻ പറ്റില്ല. അല്ല, ഈ ധാർഷ്ട്യം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായല്ലോ. തോറ്റു തുന്നം പാടിയിട്ടും അതിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം കാരണമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടായെന്ന് മുന്നണിക്ക് അകത്തുനിന്ന് വരെ വിമർശനം ഉണ്ടായിട്ടും ഒരു കൂസലും ഇല്ലാത്ത മുഖ്യമന്ത്രി. വാവ്, ഇതുവരെ അതിലൊരു തിരുത്തലും വരുത്താത്ത ഡബിൾ ചങ്കന്റെ ചങ്കൂറ്റം സമ്മതിക്കണം കേട്ടാ. ഈ സ്റ്റൈൽ ധാർഷ്ട്യം ഇതുപോലെ തുടരാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.